മെത്തേഡ്സ് ടു റെപ്രസെന്റ് എ സെറ്റ്. ഒരു സെറ്റ് റെപ്രസെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. നമുക്ക് മേജറായിട്ടും നമുക്ക് രണ്ട് മെത്തേഡ്സുകളാണ് നമ്മൾ പഠിക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് അതിനകത്ത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മോസ്റ്റ് ഓഫ് ദി സിറ്റുവേഷൻസിനകത്ത് നമ്മൾ സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെ പട്ടിക രീതി എന്ന് വിളിക്കും. പട്ടിക രീതി. ഓക്കെ. അപ്പം ഈ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതിന്റെ സെറ്റ് എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 8. 8ൽ നിന്നും കുറവായിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. അത് സെറ്റാണോ അല്ലേ? ഈ കളക്ഷൻ നമ്മൾ സെറ്റാണോ അല്ലേ? നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 എക്സെട്ര ആണ്. നമുക്ക് ഇനി ആദ്യത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 8ൽ നിന്നും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അതായത് ഇവിടുത്തെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 അല്ലെ? ഈ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക്. അപ്പൊ നമ്മൾ ഇതിനെ ഈ കാണുന്ന കളക്ഷൻ അല്ലെങ്കിൽ ഈ കാണുന്ന സെറ്റ്, ഇതിപ്പോ നമ്മൾ സെറ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ സെറ്റിനെ എനിക്ക് റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഓബ്ജക്ട്സ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ആ നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം 1 2 3 4 5 6 7. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഓബ്ജക്ട്സുകളെ ഒരു കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. ഓബ്ജക്ട്സുകൾ എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക? കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ഓൾ എലമെന്റ്സ് ഓഫ് ദി സെറ്റ്. ലിസ്റ്റ് ഔട്ട് ഓൾ എലമെന്റ്സ് ഓഫ് ദി സെറ്റ്. ഈ കാണുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സുകൾ. ഈ കാണുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ആ 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ലിസ്റ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പിടിച്ച് എഴുതുക. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഇവയുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി ദ തേർഡ് സ്റ്റെപ്പ് ഈസ് it should be enclosed within braces. എന്താണ്? within braces. BRACES. എന്താണ് braces? braces എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is double bracket. ഇത് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഓർ നമുക്ക് പറയാനൊക്കുന്ന വേറൊരു വേർഡാണ് ഡബിൾ ബ്രാക്കറ്റ്. ഈ ഡബിൾ ബ്രാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങള് സിസ്റ്റമൊക്കെ ആയത് നമ്മളെ കീബോർഡൊക്കെ യൂസ് ചെയ്തവര് കണ്ടു കാണും. ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കാറുണ്ട്. ഈ കാണുന്നതിനാണ് നമ്മൾ ബ്രേസസ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നത്? ഡബിൾ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ബ്രേസസ് അല്ലെങ്കിൽ എന്താണ്? ഡബിൾ ബ്രാക്കറ്റ്. ഇത് ഇടാനുള്ള എളുപ്പം മീൻസ് എന്താണ്? ഈ ബ്രേസസ് നമുക്ക് ഇടാൻ ചിലപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് കൈ വഴങ്ങുന്നില്ല. ഓക്കെ, അതിന്റെ എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു നീണ്ട എസ് അങ്ങ് ഇടുക. എന്നിട്ട് ഈ എസിന്റെ ഇവിടെ വെച്ച് മൂട്ടിൽ വെച്ചുകൊണ്ട് ഒരു നീണ്ട 2 ഇടുക. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഇനി ക്ലോസ് ചെയ്തതിന് ആദ്യം നീണ്ട 2 ഇടുക. എന്നിട്ട് ആ 2ന്റെ മൂട്ടിൽ വെച്ച് നീണ്ട എസ് ഇടുക. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ബ്രാക്കറ്റ് ക്ലോസ്ഡ് ആയിട്ട് മാറി. അപ്പൊ ഈ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ബ്രേസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് സ്റ്റെപ്പായി കഴിഞ്ഞു. നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യണം എലമെന്റ്സുകള്, എന്നിട്ട് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം അവസാനം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കാണുന്ന ബ്രേസസുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ബ്രേസസിനകത്ത് ഈ എലമെന്റ്സിലാക്കണം. ഇതിനകത്ത് എലമെന്റ്സിലാക്കുന്ന പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ബ്രേസസ് ഓപ്പൺ ചെയ്യുക, അവസാന എലമെന്റ്സിലെല്ലാം എഴുതിയതിനു ശേഷം ബ്രേസസ് ക്ലോസ് ചെയ്യുക.
അപ്പൊ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോമിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബ്രേസസ് എന്ന് പറയുന്നത്. ബ്രേസസ് ഇട്ടാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ അതിനകത്ത്. ഓക്കെ, ആദ്യം നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ആദ്യം ലിസ്റ്റ് ഔട്ട് ദ എലമെന്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. ഇനി ഈ റോസ്റ്റർ ഫോം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എലമെന്റ്സുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്തെഴുതാൻ പാടില്ല, അതായത് ആവർത്തിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഈ ഒന്നെന്ന് പറയുന്ന എലമെന്റിന് നമ്മൾ വേറെ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്ന് രണ്ടോണം ഒന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പറയണം 1 2 തവണ ഒന്ന്, പക്ഷെ നമ്മൾ ഒരു തവണ മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. 5 എന്ന് പറയുന്നത് 4 തവണ ഒന്ന് വിചാരിക്കുക, പക്ഷെ 5 നമ്മൾ ഒറ്റ തവണ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. ഓക്കെ, അപ്പോൾ റോസ്റ്റർ ഫോമിനകത്തുള്ള അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എലമെന്റ്സുകൾ എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ഇൻ റോസ്റ്റർ ഫോം റെപ്പറ്റീഷൻ ഓഫ് എലമെന്റ്സ് ഈസ് നോട്ട് അലൗഡ്. റെപ്പറ്റീഷൻ ഓഫ് എലമെന്റ്സ് എന്ത് ചെയ്തിട്ടില്ല? അലോ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ മറ്റൊരു സെറ്റ് ഞാൻ എഴുതാൻ പോയത് ബി ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ ലെറ്റേഴ്സ് in the word mathematics. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സിന്റെ കളക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് റോസ്റ്റർ ഫോമിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ബി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പൊ റോസ്റ്റർ ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാൻ ആദ്യം ബ്രേസസ് ഓപ്പൺ ചെയ്യണം. ബ്രേസസ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടുത്തെ ലെറ്റേഴ്സുകൾ, അതായത് ഇവിടുത്തെ ഓബ്ജക്ട്സുകൾ അല്ലെങ്കിൽ എലമെന്റ്സുകൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആദ്യം ആരും ഇവിടെ വരാം? എം വരും, ആണല്ലോ. പിന്നെ രണ്ടാമത്തെ എലമെന്റ് എ വരുന്നുണ്ട്, മൂന്നാമത് ടി വരുന്നുണ്ട്, നാലാമത് എച്ച് വരുന്നുണ്ട്, അഞ്ചാമത് ഇ വരുന്നുണ്ട്, ആറാമത് എം വരുന്നുണ്ട്. പക്ഷെ എം എന്ന് പറയുന്നത് ആൾറെഡി നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു റോസ്റ്റർ ഫോമിൽ റെപ്പറ്റീഷൻ പാടില്ല എന്നാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നും കൂടെ എന്ത് എഴുതാൻ പാടില്ല? എം എഴുതാൻ പാടില്ല. അപ്പൊ നമ്മൾ അവിടെ വെച്ച് വീണ്ടും കോമ ഇട്ടു. അപ്പൊ നമ്മൾ എം എഴുതേണ്ട കാര്യമില്ല. എ അടുത്ത് വന്നിരിക്കുന്ന എ ആണ്. എ ആൾറെഡി നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ടി നമ്മൾ ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടി നമ്മൾ എന്ത് ചെയ്യേണ്ട? റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ആരാണ്ട്? ഐ ഉണ്ട്, സി ഉണ്ട്, എസ് ഉണ്ട്. അപ്പം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയുള്ളൂ? എം, എ, ടി, എച്ച്, ഇ, ഐ, സി, എസ്. വളരെ ക്ലിയർ ആണ്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബ്രേസസ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയും 2, 4, 6, 8, 10, 11 ഉണ്ടെന്ന് പറയും. പക്ഷെ അതിന്റെ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം റെപ്പറ്റീഷൻ വന്നിരിക്കുന്നു. അതിന്റെ റെപ്പറ്റീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെ എഴുതത്തില്ല? നമ്മുടെ റോസ്റ്റർ ഫോമിനകത്ത് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് എഴുതത്തില്ല. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് ഇതിപ്പോ ഞാൻ നോക്കിയാൽ ഞാൻ എം ആദ്യം എഴുതി, എ എഴുതി, ടി എഴുതി, ഇങ്ങനെ എഴുതിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഴുതാം. എസ് ഉള്ളത് നിങ്ങൾക്ക് ആദ്യം കൊണ്ടുവന്ന് എഴുതാം. എം വേണമെങ്കിൽ ഇയുടെ ബേസിൽ എഴുതാം. എച്ച് എന്ന് പറയുന്നത് രണ്ടാമതുകൊണ്ട് എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്തുള്ള എലമെന്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് എന്ത് ചെയ്യാനൊക്കും? എഴുതാനൊക്കും. അങ്ങനെ എഴുതി കഴിഞ്ഞാലും സെറ്റിന് എന്തില്ല? മാറ്റമില്ല. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇവിടെ സെറ്റ് ഞാൻ പറയുന്നു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഞാൻ ഇതേ സെറ്റ് എനിക്ക് വേണമെങ്കിൽ എനിക്ക് 3, 1, 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. നോ ഇഷ്യൂ. ഈ രണ്ട് സെറ്റുകൾ എന്ന് പറയുന്നതിനകത്തും എന്താണ്? സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളാണ് ഞാൻ ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റോസ്റ്റർ ഫോമിലാണെങ്കിൽ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? എലമെന്റ്സുകൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അല്ലാതെ ആദ്യം വരുന്നത് ആദ്യം എഴുതണമെന്നോ, അല്ലെങ്കിൽ രണ്ടാമത് വരുന്നത് രണ്ടാമത് എഴുതണമെന്നോ, അല്ലെങ്കിൽ അവസാനം വരുന്നത് എപ്പോഴും അവസാനം എഴുതാവുള്ളതെന്നോ എന്തില്ല, റൂള് ഇല്ല. അപ്പൊ റോസ്റ്റർ ഫോമിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് 2 റൂൾസ് ആണ് ഞാൻ പറഞ്ഞത്.
ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എലമെന്റ്സുകൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, എനി ഓർഡർ വി ക്യാൻ റെപ്രസെന്റ് ഓർ വി ക്യാൻ ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്ട്സ് ഓർ വി ക്യാൻ ലിസ്റ്റ് ഔട്ട് ദ എലമെന്റ്സ് ഇൻ എനി ഓർഡർ. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള എലമെന്റ്സുകൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയുന്നത്. റോസ്റ്റർ ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അതിനകത്ത് പ്രോബ്ലം റെപ്രസെന്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻടു റോസ്റ്റർ ഫോം. താഴെ തന്നിരിക്കുന്ന സെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, റോസ്റ്റർ ഫോമിലോട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് which are divisor of 12. Set of all numbers which are divisor of 12. Divisor of 12. Divisor എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 12നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സുകളെയാണ് നമ്മൾ ഡിവിസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് നമ്മൾ വിളിക്കും. ഓക്കെ, 12 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സ്. അപ്പോൾ 12 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സുകൾ ഏതൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അത് നമുക്ക് ഫസ്റ്റ് നമ്പറിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് 1 എന്ന് പറയുന്ന നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 12 നമുക്ക് 1 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 12/1 എന്ന് പറയുന്നത് എന്താണ്, 12. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 1 എഴുതാം. അപ്പം നമ്മൾ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആദ്യം നമ്മുടെ എലമെന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ 1 എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, ഒരു നമ്പർ. ഇനി 2 കൊണ്ട് 12 ഡിവൈഡ് ചെയ്യാൻ നോക്കുമോ, ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പർ. ഇനി 12 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുമോ, ഡിവൈഡ് ചെയ്യാൻ നോക്കും. കാരണം 12/3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് 3 ഇവിടെ പോസിബിൾ ആണ്. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കോ, നോക്കും. കാരണം 12/4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 4 എടുക്കും. 5 കൊണ്ട് 12 ഡിവൈഡ് ചെയ്ത് നോക്കോ, 12/5 is not exactly divisible. അത് എക്സാക്ട് ഡിവിസിബിൾ അല്ലാതെ നമുക്ക് അത് കളയാം. ഇനി ആരുണ്ട്, 6 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ, കാരണം 12/6 എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ആരെങ്കിലും ഡിവൈഡ് ചെയ്ത് നോക്കോ, 7 ഒക്കത്തില്ല, 8 ഒക്കത്തില്ല, 9 ഒക്കത്തില്ല, 10 ഒക്കത്തില്ല, 11 ഒക്കത്തില്ല. ആൻഡ് ഫൈനലി ഇനി നമുക്ക് നോക്കുന്നത് ആ നമ്പറിന് അതേ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കും. സോ നമുക്ക് 12 നമുക്ക് എഴുതാൻ നോക്കും. അപ്പൊ നമുക്ക് ഡിവിസേഴ്സ് എന്ന് പറയുന്നത് 12ന്റെ ഡിവിസേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 6, 12 ആണ്. ആദ്യം ഞാൻ അത് ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു, കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒറ്റ സ്റ്റെപ്പും കൂടി ഉള്ള റോസ്റ്റർ ഫോം കംപ്ലീറ്റ് ചെയ്യുന്നതിന് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ് റെപ്രസെന്റേഷൻ ആയി കഴിയും. ഓക്കെ, അപ്പൊ നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് ദി ഗിവൻ സെറ്റ്, ദെൻ ലിസ്റ്റ് ഔട്ട് ഇറ്റ്, സെപ്പറേറ്റഡ് ബൈ കോമാസ്, എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ എലമെന്റ്സുകളുടെ അല്ലെങ്കിൽ ഇതിന്റെ മെമ്പേഴ്സുകൾ അല്ലെങ്കിൽ ഇതിന്റെ അംഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിനു ശേഷം ആ അംഗങ്ങളെ അല്ലെങ്കിൽ ആ എലമെന്റ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിരത്തി പിടിച്ചെഴുതണം. നിരത്തി പിടിച്ചെഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേസസിനകത്ത് അതിനെ ഇടണം. അപ്പോൾ എന്തായിട്ട് മാറും, ഇതിന്റെ റോസ്റ്റർ ഫോം ആയിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് അല്ലെ, ന്യൂക്ലിയസ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെ ഉണ്ട്, എൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എൻ ഉണ്ട്, പിന്നെ യു ഉണ്ട്, പിന്നെ സി ഉണ്ട്, പിന്നെ എൽ ഉണ്ട്, ഇ ഉണ്ട്, വീണ്ടും യു വന്നിരിക്കുന്നു. വീണ്ടും യു വന്നിരിക്കുന്നത് നമ്മൾ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. അപ്പൊ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പിന്നെ എസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, കോമ കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, ബ്രേസസിനകത്ത് ആക്കി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ആൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, സെറ്റ് ഓഫ് ആൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ലെസ് ദാൻ 100. 100-നേക്കാൾ ചെറുതായിട്ടുള്ള, 100-നേക്കാൾ ചെറുതായിട്ടുള്ള
പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 സ്ക്വയർ ആണ്, 4 2 സ്ക്വയർ ആണ് അല്ലെ. ഇങ്ങനെയുള്ള 1 4 9 16 എക്സെട്ര ഇങ്ങനെ വരുന്ന ആ നമ്പേഴ്സുകളാണെന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സെറ്റ് അത് എത്രയെന്ന് ചെറുതായിരിക്കണം? 100 കാട്ടി ചെറുതായിരിക്കണം. അപ്പൊ ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നമുക്കറിയാം 1 ആണെന്ന് നമുക്കറിയാം, 1 എഴുതി. രണ്ടാമത്തെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്, 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ 3ന്റെ സ്ക്വയർ ആണ്, നമുക്ക് എടുക്കാം 9. 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100 ആയി പോയി. നമുക്ക് ലെസ് ദാൻ 100 എന്നാ പറഞ്ഞിരിക്കുന്നത്, 100 കാട്ടി ചെറുതായിട്ടുള്ളതെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെയൊക്കെ എടുക്കത്തുള്ളൂ? 1 4 9 16 25 36 49 64 80. അപ്പൊ ഇത്രയും നമ്പേഴ്സുകൾ മാത്രമേ, ഈ 9 നമ്പേഴ്സുകൾ മാത്രമേ നമുക്ക് 100 കാട്ടി ചെറുതായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു? കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു, ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു, ക്ലോസ്ഡ് വിത്ത് ബ്രേസസ്. Okay, and finally the fourth question. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. Set of all prime numbers less than 50. 50നേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ആൾ prime numbers less than 50നേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ഞാൻ ഇതാണ് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ പണ്ട് പഠിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കിവിടെ ആവശ്യമുണ്ട്. പ്രൈം നമ്പേഴ്സ് എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. എന്താണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളത്തിൽ പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേര് അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കും. എന്താണ് അഭാജ്യ സംഖ്യ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ പ്രൈം നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് മൊത്തം 2 ഫാക്ടേഴ്സ്, 2 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഞങ്ങൾ നമ്പർ എഴുതിയിട്ട് അത് പ്രൈം നമ്പർ ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ആ കാണുന്ന നമ്പറിനെ, ആ കാണുന്ന സംഖ്യയെ നമുക്ക് 2 നമ്പേഴ്സുകൾ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ കഴിയാവുള്ളൂ. എങ്കിൽ മാത്രമേ ആ നമ്പറിനെ നമുക്ക് എന്ത് പേര് വിളിക്കാവുള്ളൂ? പ്രൈം നമ്പർ എന്ന് വിളിക്കും. ഇനി 2 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ്. ഈ 2 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നതിന് നമുക്ക് 2 നമുക്ക് എത്ര കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2/2 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ 2 നമ്പേഴ്സുകൾ കൊണ്ട് മാത്രമേ 2 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണെന്ന് പറയാം. 3 പ്രൈം ആണ്. 3 നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കും, പിന്നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കും. സോ 3/1 3 ആണ്, 3/3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 3 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താ എടുക്കാം? പ്രൈം നമ്പർ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇത്രയും ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിന് ആ നമ്പർ കൊണ്ടും അല്ലെങ്കിൽ 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പേഴ്സുകളെ നമുക്ക് എന്ത് പേര് വിളിക്കാം? പ്രൈം നമ്പേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു, നമ്പേഴ്സ് ഹാവിംഗ് ഓൺലി 2 ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സുകൾ മാത്രമുള്ള നമ്പേഴ്സ് എന്നുള്ള മീനിങ്ങിൽ പറഞ്ഞു. ഓക്കെ, ഇനി 2 3 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. 4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ 4 1ഉം 4ഉം അല്ലാതെ നമുക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ ഒക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അവിടെ മൂന്നാമതൊരു ഫാക്ടർ കൂടി വന്നു. അങ്ങനെ മൂന്നാമതൊരു ഫാക്ടർ കൂടി വരികയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പൊ നമുക്ക് പറയാം ഈ 2 എന്ന് പറയുന്ന ഇവൻ നമ്പർ ഒഴിച്ച് ഇനി ആര് വന്നു കഴിഞ്ഞാൽ, ഏത് ഇവൻ നമ്പർ വന്നു കഴിഞ്ഞാലും ആ ഇവൻ നമ്പേഴ്സിനെ എല്ലാത്തിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. നമുക്കറിയാം, അതൊരു കോമൺ ഫാക്ട് ആണ്. എല്ലാ ഇവൻ നമ്പേഴ്സിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഏത് ഇവൻ നമ്പർ എഴുതി കഴിഞ്ഞാലും ആ ഇവൻ നമ്പേഴ്സുകളെ എല്ലാം എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആ കാണുന്ന ഇവൻ നമ്പേഴ്സുകൾ ഒന്നും എന്തായിരിക്കത്തില്ല? പ്രൈം നമ്പേഴ്സ് ആയിരിക്കത്തില്ല.
So we can conclude one thing from here. 2 is the only one even prime number. 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുള്ളതില് ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. 2 is the one and only one even prime number. Okay, 2 is the one and only one even prime number. ഒറ്റ പ്രൈം നമ്പർ, അതായത് ഈവൻ നമ്പർ ആയിട്ടുള്ള ഒറ്റ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2 ആണ്. ബാക്കി ഏത് ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനെ എല്ലാത്തിനും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അതായത് അവിടെ ഒരു തേർഡ് ഫാക്ടർ വന്നു കഴിഞ്ഞു. അങ്ങനെ തേർഡ് ഫാക്ടർ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 4 നമ്മൾ എഴുതി. ഇനിയിപ്പോ നമ്മൾ ഈവൻ നമ്പേഴ്സ് ഒന്നും നോക്കണ്ട. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓഡ് നമ്പേഴ്സിനെ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അടുത്ത ഓഡ് നമ്പർ ചെക്ക് ചെയ്യേണ്ടത് 5-നെയാണ്. 5 എന്ന് പറയുന്നതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ, അല്ല 5 നമുക്ക് വേറെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കത്തില്ല. മീൻസ് വേറെ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ. അപ്പം 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇനി നമ്മൾ 7 നമ്മൾ നോക്കാം. 7 ഉണ്ട്. 7 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കും. 7 നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കും. വേറെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് 7 എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇനി 9 എടുക്കാൻ നോക്കും. അടുത്ത നമ്മൾ ഓഡ് നമ്പേഴ്സ് മാത്രമേ നോക്കിയാൽ മതി. അപ്പൊ 9 ആണ് അടുത്ത ഓഡ് നമ്പർ എന്ന് പറയുന്നത്. 9 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ 9 നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പൊ ഇറ്റ് ഈസ് നോട്ട്. അപ്പൊ നമ്മൾ 9 എടുക്കേണ്ട കാര്യം. ഇനി അടുത്ത് 11. 11 ആണെങ്കിൽ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 11 പ്രൈം നമ്പർ തന്നെയാണ്. വേറെ ഒരു നമ്പർ കൊണ്ട് 11 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 30 ഇസ് എ പ്രൈം നമ്പർ. അടുത്തത് 15 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ അല്ലേ? 15 നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് 2 കൂടുതൽ നമ്പേഴ്സുകൾ കൊണ്ട് നമുക്ക് 15 ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ. ഇനി 17, ഓക്കെ, ഇറ്റ് ഇസ് പ്രൈം നമ്പർ. 19, it is prime number. 21 is not a prime number because it is divisible by 7 or 3 അല്ലെങ്കിൽ 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. So 21 is not a prime number. Okay, now 23. Okay ആണ്. 25 is it prime? No, because it is divisible by 5. അപ്പൊ നമുക്ക് 25 നമുക്ക് പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ എടുക്കാം. അടുത്ത 27 is it prime? No, because it is divisible by 3. So 27 ഇല്ല. അടുത്ത 29, so it's a prime number. Now 31, it's a prime number. 33 is not a prime number because it is divisible by 3 or 11. 11 കൊണ്ട് 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നോക്കും. So 33 എന്ന് പറയുന്നതല്ല പ്രൈം നമ്പർ അല്ല. അടുത്ത 35, it is not a prime number because it is divisible by 5. So 35. അടുത്ത 37, yes, of course it is a prime number. In 39, it is not a prime number because it is divisible by 3 or 30. Okay, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? It is not a prime number. Now 41, it is a prime number. 43, it is a prime number. But 45 എന്ന് പറയുന്നത് divisible by 5 ആണ്. So it is not a prime number. Now 47, it is a prime number. But 49, it is not a prime number because it is divisible by 7. നമുക്കിവിടെ ഇപ്പൊ ലെസ് ദാൻ 50 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ പ്രൈം നമ്പർ ആണ്. ഇനി അങ്ങോട്ടുള്ള ഒറ്റ ഈവൻ നമ്പർ പോലും നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് മാറത്തില്ല. ബിക്കോസ് ബാക്കിയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അതൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓഡ് നമ്പേഴ്സിന് മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് പോയാൽ മതി. അങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 വരത്തില്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഇതേ കണക്ക് എല്ലാ 50 താഴെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സുകളും ഞാൻ ചെക്ക് ചെയ്തു. നമുക്ക് എലമെന്റ്സും കൂടെ കിട്ടി. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? ഇതിന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇതിന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറയാം 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബേസിസിനകത്ത്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 50 എന്ന് പറഞ്ഞ 3 ആൾക്കാർ വരും. ഇത് നമുക്ക് ഇവിടെ റെപ്പറ്റീഷന്റെ കാര്യം വരുന്നില്ല. ഇനി രണ്ടാമത്തെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. എന്നാലും ഈ സെയിം സെറ്റ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
നമുക്കൊരു സെറ്റ് തന്നു കഴിഞ്ഞാൽ ആ സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റോസ്റ്റർ ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് റോസ്റ്റർ ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതാണ് നമുക്കിവിടെ